ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മുത്തച്ചി ആൻഡ് ലൈച്ചി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഇതുവരെ ടൂർ ഒന്നും പോയിട്ടില്ല. കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോഴാണ് നമ്മളെ ഏട്ടനെ ഒഴിവിട്ടിയത്. അപ്പൊ ഞങ്ങള് കരുവാരുകുണ്ടിക്കാണ് പോണത്. അവിടെ ചെറിയൊരു പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് ഇറങ്ങി. കുട്ടികളെ ത്രില്ലിലാണ്. സ്വിമ്മിംഗ് പൂൾ ആദ്യം ഉണ്ടെന്നില്ല, ഏത്ത മിന്തുന്നില്ല. ആന്ധ്രേന്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മള് ചെറിയൊരു ആഘോഷമൊക്കെ നടത്തി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കേക്കൊക്കെ മുറിച്ച് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് ഞങ്ങളും മാത്രമായിട്ടൊരു ആഘോഷം. രാവിലെ അമ്പലത്തിൽ പോയി ചെറിയൊരു സദ്യ ഉണ്ടാക്കി. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ചെറിയൊരു ഗിഫ്റ്റ് അച്ഛയുടെ വകയൊരു ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ ചെറിയൊരു ആഘോഷം. അപ്പോൾ ഞങ്ങൾ മഴയൊന്നുമില്ല, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കണം. ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നമ്മൾ വഴി ചോദിക്കാൻ പോയതാണ് ആ കടയിൽ. അപ്പൊ ഒന്നും ആയിട്ടില്ല എന്നാ പറഞ്ഞത്. ഫുഡ് കഴിക്കാനാണ് ലെഫ്റ്റ്. ഈ റോഡിലൂടെയാണ് പോവാന്നാ പറഞ്ഞത്. ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു. വൈകുന്നേരം സുധിച്ചാട്ടിന് സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. അപ്പൊ നമ്മൾ പാർക്കിലോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, വാട്ടർഫാൾസ് ഒക്കെ. അപ്പോ നമ്മള് വാട്ടർ ഫാൾസിക്ക് പോവാണെങ്കിൽ അല്ല ഡ്രീം ലാൻഡിക്ക് കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തേക്ക് പോയില്ല. പിന്നെ ജീപ്പിനൊക്കെ പോണം. അവിടെ വണ്ടി നിർത്തി കൊണ്ട് ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾ ഇനി പാർക്കിക്ക് പോവാന്ന് കരുതി. ഞങ്ങൾ അവിടേക്കായിട്ട് ഒരു ദിവസം വരുന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തു. ഡ്രീം ലാൻഡ് കളിക്കുണ്ടിക്ക് എങ്ങനെ പോവാ? കളിക്കുണ്ടിക്ക് നമ്മള് 1 കിലോമീറ്റർ ഈ കാറ് പോവുള്ളൂ. പിന്നീട് അങ്ങോട്ട് ജീപ്പൊക്കെ എടുത്തിട്ട് വേണം. കൽക്കുണ്ട് വെള്ളച്ചാട്ടത്തേക്കാണ് നമ്മൾ ആദ്യം പോണത്. പാർക്ക് മറ്റേ റോഡാണ്. അത് 7 മണി വരെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യാം. അപ്പൊ ആദ്യം ഇവിടെ കേറിയിട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് നമുക്ക് പാർക്കിൽ പോവാന്ന് കരുതി. ഇവിടുന്ന് ഇനി നമ്മളൊരു കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി നിർത്തിയിട്ട് പിന്നെ ഓഫ് റോഡ് ജീപ്പ് എന്തെങ്കിലും. കൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മൾ പോയില്ല. എന്താന്ന് വെച്ചാൽ അവിടെ മഴ കാരണം പിന്നീട് നമ്മൾ എത്തിയത് ഡ്രീം ലാൻഡ് വാട്ടർ പാർക്കിലാണ് കേട്ടോ. അവിടെ ഒരുപാട് സ്വിമ്മിംഗ് പൂളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോവാന്ന് കരുതി. ഇതേ താഴെ സ്റ്റെപ്പ് അതിൽ കൂടിയാണ് നമ്മൾ ഡ്രീം ലാൻഡ് പാർക്കിലോട്ട് പോകുന്ന വഴി. ഇതേ ഈ സ്റ്റെപ്പ് കാണുന്നതാണ് കേട്ടോ പാർക്കിലേക്കുള്ള വഴി. ഇതേ ഇപ്പം നമ്മുടെ വണ്ടി ഇതേ താഴെ പേ പാർക്കിംഗ് എന്ന് പറഞ്ഞ ബോർഡുണ്ട്. അവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ വേറെ ഡ്രസ്സും കൂടെ കൈ കരുതിയിട്ടുണ്ട്. വെള്ളത്തിൽ
കളിക്കണ ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കൈക്ക് എഴുതിയിട്ടുണ്ട്, ആവശ്യമാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഞങ്ങളെല്ലാവരും പാർക്കിലോട്ട് പോവുകയാണ്. കണ്ടു വന്നവരൊക്കെ പറഞ്ഞത് നല്ല അടിപൊളിയാണ്, കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് ആണ് കേട്ടോ അത്. എങ്ങനെയുണ്ട് പാർക്ക്? അഭിപ്രായങ്ങൾ പറയൂ. വെള്ളമൊക്കെ മഴ പെയ്തു ആരും. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, നടന്ന് കുഴങ്ങുന്നവർക്ക് ഇരിക്കാം. റിസോർട്ട് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് പോവാം, കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ഇതിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം മുള കൊണ്ടൊക്കെ കെട്ടിണ്ടാക്കിയൊരു നാടും. എങ്ങനെയുണ്ട്? മഴ നമ്മളെ ചതിച്ചു. ആര് പറയാ? പുറത്ത് നല്ല മഴയാണ്. പിന്നീട് അവിടെ പെരും മഴയായത് കാരണം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വിട്ടു, പെട്ടെന്ന് തന്നെ തിരിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് പെരിന്തൽമണ്ണയിലേക്കായിരുന്നു. പിന്നീട് ഞങ്ങൾ പെരിന്തൽമണ്ണ അറ്റ്ലസിലും അതുപോലെ നമ്മുടെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ചു. നമ്മൾ മൗസിൽ നിന്ന് ഓർഡർ ചെയ്താണ് ചീസി ചിക്കൻ ബേക്ക്. നമ്മൾ ഫസ്റ്റ് ആയിട്ടോ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സ്പൂണൊക്കെ ഉണ്ട്. ഞങ്ങളതെല്ലാം കഴിച്ച് പിന്നീട് ഒരു സിനിമയ്ക്കൊക്കെ പോയി. സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് 1 മണിയായി രാത്രി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.